നക്ഷത്ര ആമകളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നക്ഷത്ര ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് മീൻസ് ഹായ് എവരി വൺ, എൻ്റെ ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കരിമുട്ടി വാട്ടർഫാൾസിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കരിമുട്ടി വാട്ടർഫാൾസിൻ്റെ അവിടെ ഒരു മനോഹരമായുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. പോകുന്ന വഴി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മറവൂരിൽ നിന്ന് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന യാത്രയിൽ നമുക്ക് ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായുള്ളൊരു കാഴ്ചയാണ്. മനോഹരമായുള്ള വെള്ളച്ചാട്ടമാണ്. കാര്യം ഒരുപാട് പേര് മീൻസ് ആക്ച്വലി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൊടൈക്കനാലിൽ നിന്ന് മറയൂരിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കോവിഡിൻ്റെ ഒരു ഇഷ്യൂ, പിന്നെ അത് മാത്രമല്ല മഴയൊക്കെ കാരണം ഇപ്പോൾ അകത്തേക്കുള്ള എൻട്രി ഒന്നും അലൗഡല്ല. അല്ലെങ്കിൽ നമുക്കിവിടെ എൻട്രിയൊക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എൻട്രി അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അകത്ത് കയറിയില്ലെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്ന കരിമുട്ടി വെള്ളച്ചാട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് ചോദിച്ചു. ചേട്ടാ, ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് കരിമുട്ടി എക്കോ ഷോപ്പാണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിനകത്തുള്ളതാണ്. ഇവിടുത്തെ ട്രൈബ്സിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. തേന്, പുളിത്തൈലം, യൂക്കാലി തൈലം, ചന്ദനത്തൈലം, മറയൂരിന് മറയൂർ ജാഗറി, നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. പ്രധാനമായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഓക്കെ, ഈ ടർട്ടിൽ വയ്ക്കാനുള്ള റീസൺ എന്താണ്? ഈ ഒരു കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ എവിടെ കിട്ടിയാലും ഈ ടർട്ടിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിനകത്താണ് കൊണ്ടുവന്ന് വിടുന്നത്. പിന്നെ ഇത് കാണണമെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് വെള്ളത്തിൽ കാണാൻ പറ്റും? വെള്ളത്തിലല്ല, കാട്ടിനുള്ളിൽ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. നക്ഷത്രമാകുമ്പോൾ കാട്ടിനുള്ളിൽ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, എൻട്രി ഫീ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ അല്ലേ? വനത്തിനുള്ളിൽ നടക്കണമെങ്കിൽ എൻട്രി ഫീ വേണം. ഓക്കെ, അതായത് ഇതിൻ്റെ ആക്ച്വലി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ആമയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻട്രി ഫീ എടുത്ത് വനത്തിലകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നക്ഷത്ര ആമകളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നക്ഷത്ര ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് മീൻസ് ആക്ച്വലി ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടാ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേട്ടന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കാണുന്ന സമയത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിനെ ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോഴായിരിക്കും ആമകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷനായുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.